മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ PMA സലാം എനിക്കൊപ്പം ചേരുന്നുണ്ട്. മുൻ MLA ആയിട്ടുള്ള PC ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത്. അദ്ദേഹം നടത്തിയ പരാമർശം അത് വിദ്വേഷ പരാമർശമായി പ്രചരിക്കുന്നുണ്ട്. പോലീസ് അതിനെതിരെ കേസെടുത്തിട്ടുണ്ട് യൂത്ത് ലീഗ് നേതാവിൻ്റെ പരാതിയിൽ. എങ്ങനെയാണ് അതിൻ്റെ വിലയിരുത്തുന്നത്? കേരളം കണ്ട ഏറ്റവും ജുഗുപ്സാവഹമായ പരാമർശങ്ങളാണ്. ഒരു വാചകമോ രണ്ട് വാചകമോ അല്ല, മിനിറ്റുകളോളം നീണ്ടു നിൽക്കുന്ന വാചക കസർത്തിലൂടെ വ്യക്തമായി ഇന്ത്യൻ ശിക്ഷാ നയം അനുസരിച്ചാണെങ്കിലും വേറേത് രാജ്യത്ത് നിലനിൽക്കുന്ന സൗഹാർദ്ദം നശിപ്പിക്കുന്നതിനുള്ള എതിരെയുള്ള ഏത് നിയമങ്ങളനുസരിച്ചും പറയാൻ പാടില്ലാത്തതാണ് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞത്. കേരളം മുഴുവൻ അത് കേട്ടതാണ്. ഇത്രയും വർഗീയത നിറഞ്ഞ പരാമർശങ്ങൾ കേരളം ഇതുവരെ കേട്ടിട്ടില്ല. ഏത് മതത്തെക്കുറിച്ചായിരുന്നാലും ഏത് വിശ്വാസത്തെക്കുറിച്ചായിരുന്നാലും അദ്ദേഹം പറഞ്ഞ മുസ്ലിമായി ജനിച്ചവർ മുഴുവൻ വർഗീയവാദികളാണ് ഇന്ത്യ രാജ്യത്തെന്ന് അദ്ദേഹം പറഞ്ഞത്. അത്തരമൊരു പരാമർശമൊക്കെ വന്നിട്ട് പോലും പോലീസ് അനങ്ങാപ്പാറ നയ സ്വീകരിച്ചത്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കമ്മിറ്റി കേസ് കൊടുത്തു. ഒരുപാട് വ്യക്തികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒക്കെ കേസ് കൊടുത്തിട്ട് 2 ദിവസം പോലീസ് അനങ്ങിയില്ല. മറ്റാരെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ പറഞ്ഞു എന്ന ആരോപണം ഉണ്ടായാൽ, അവ്യക്തമായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായാൽ ഓടിച്ചാടി പിടിച്ചു കൊണ്ടുപോയി അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ ആവേശം കാണിക്കുന്ന പോലീസ്. വ്യക്തമായി പരാതി ഉണ്ടായിട്ട്, സത്യത്തിൽ ഇതിൽ പരാതിയുടെ ഒരാവശ്യമില്ല. ജാമ്യമില്ലാത്ത വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് തുറുങ്കലിലടക്കേണ്ടതാണ്. ഇപ്പോഴാണ് 2 ദിവസം അനങ്ങാതെ നിന്നു. അതിനുശേഷമുള്ള വ്യാപകമായ പ്രതിഷേധം വന്നപ്പോഴാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തത്, FIR ഇട്ടത്. എന്നിട്ടും അറസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മളെ ബഹുമാനായ MLA അൻവറിനെ അറസ്റ്റ് ചെയ്തതിൻ്റെ ആവേശം നമ്മൾ കണ്ടല്ലോ. വയനാട്ടിലെ MLA ബാലകൃഷ്ണനെ അറസ്റ്റ് ചെയ്യാൻ കാണിക്കുന്ന ആവേശം നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇതൊന്നും എന്താ കേരളത്തിൽ വർഗീയത ആളിക്കത്തിക്കാനും സാമുദായിക സൗഹാർദ്ദം തകർക്കാനും ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകാത്തത്? ബഹുമാനപ്പെട്ട MM അക്ബറിനെ പണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. എത്ര കാലം അദ്ദേഹത്തെ ജയിലിലിട്ടത്? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? ഇതുപോലെ ഒരു പരാമർശം ഏതെങ്കിലും ഭാഗത്തു നിന്ന്, മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇദ്ദേഹത്തെ തൊടാൻ മടിക്കുന്നു? വ്യക്തമായ നിർദ്ദേശം കേരള ഗവൺമെൻറ്റിൽ നിന്നുണ്ടായിട്ടാണ്. പിണറായി വിജയനാണ് ഇതുപോലെയുള്ള RSS അനുകൂലികളായ രാഷ്ട്രീയ നേതാക്കളെയും അരാഷ്ട്രീയ നേതാക്കളെയും സംരക്ഷിക്കുന്നത്. അവരുടെ സംരക്ഷണയിലാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. അവരുടെ സംരക്ഷണയിലാണ് ഇവർ സ്വതന്ത്രരായി സുരക്ഷിതരായി കേരളത്തിൽ വിഹരിക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം അനാസ്ഥകൾ ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ്. മുഖ്യമന്ത്രിയുമായി പറഞ്ഞതുകൊണ്ട് ചോദിക്കാം, മുഖ്യമന്ത്രി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കുന്ന ആ രീതി തുടരുകയാണ്. ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ ബന്ധം ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം പറയുന്നത്. മതരാഷ്ട്രവാദികളുമായി മുസ്ലിം ലീഗ് കൂട്ടുകൂടുന്നത് വലിയ അപകടമുണ്ടാക്കും, കോൺഗ്രസിൻ്റെ അവസ്ഥയിലേക്ക് മുസ്ലിം ലീഗ് എത്തുമെന്ന രീതിയിലുള്ള വിമർശനം ഉൾപ്പെടെ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പല ഇടങ്ങളിലും അധികാരം നഷ്ടപ്പെട്ടതുൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഇതുപോലെ ആയത് ആരുമായുള്ള സഖ്യം കൊണ്ടാണ്? അവരുടെ സ്ഥിതി ഇപ്പോൾ എന്താ? അവർ തകർന്നു പോയത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമിയുമായി സഖ്യം ചെയ്തുകൊണ്ടാണ് എന്നാണോ അദ്ദേഹം സമ്മതിക്കുന്നത്? ഇവിടെ ഇപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം കുറേ ദിവസങ്ങളായി അദ്ദേഹം ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് വ്യക്തമായ മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇദ്ദേഹം ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പാർട്ടിയുടെ താഴെ തട്ട് മുതലുള്ള ജില്ലാ തലം വരെയുള്ള സമ്മേളനങ്ങളിൽ ഗവൺമെൻറ്റിനെതിരെ, ഭരണത്തിനെതിരെ, പ്രത്യേകിച്ച് പോലീസ് വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ, അഴിമതി ആരോപണങ്ങൾക്കെതിരെ ശക്തമായ വിമർശനം നടന്നു വരികയാണ്. സാധാരണ CPM പ്രവർത്തകർ യോഗങ്ങളിലെത്തുന്ന പ്രതിനിധികൾ ജില്ലാ സമ്മേളനങ്ങളിലടക്കം ഗവൺമെൻറ്റിനെതിരെ അതിനിശ്ചിതമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം മുഴുവൻ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ വിമർശനങ്ങളിൽ നിന്ന് തടിയൂരാൻ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞ് ഒരു മറ സൃഷ്ടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്നതാണ് ഞങ്ങൾക്ക് വ്യക്തമാകുന്നത്. വോട്ടിനും നേട്ടത്തിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കില്ല, അതിരൂക്ഷമായ വിമർശനമൊക്കെ തന്നെയാണ്. അതെ, ആ ചെറ്റത്തരമാണെങ്കിൽ, വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങുക എന്നത് ചെറ്റത്തരമാണെങ്കിൽ, ആ ചെറ്റത്തരം മുൻകാലങ്ങളിൽ പതിറ്റാണ്ടുകളോളം
ആവർത്തിച്ച് ചെയ്ത പാർട്ടിയാണ് CPM. ഇത് ഒരുപാട് തവണ ഞങ്ങൾ വ്യക്തമാക്കി, അദ്ദേഹത്തിനും അറിയാത്തതല്ല. പക്ഷേ ഇതൊക്കെ മായ്ച്ചു കളഞ്ഞ് അറിയാത്ത രൂപത്തിൽ നടക്കുകയാണ്. ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു, SDP-യുമായി കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി സഖ്യം ചെയ്ത് ഇപ്പോഴും തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലും കാട്ടാങ്ങൽ പഞ്ചായത്തിലും അതുപോലുള്ള നിരവധി പഞ്ചായത്തുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, തദ്ദേശ സ്ഥാപനങ്ങളിൽ SDP-യുമായി ഇപ്പോഴും ഭരണം നടത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം നേരത്തെ സാദിഖ് അലി തങ്ങൾ ഇത് സമ്മതിച്ചുകൊണ്ടുള്ളൊരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചൊരു പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുണ്ട്, അവർ ഞങ്ങളെ സഹായിക്കുന്നുണ്ട്, ഐക്യജനാധിപത്യ മുന്നണിയുമായി നല്ല ബന്ധമാണെന്ന് സാദിഖ് അലി തങ്ങൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെതിരെ ആ ഒരു ബന്ധം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള CPM നേതാക്കളുടെ കടന്നാക്രമണം തുടരുമ്പോഴും ആ ബന്ധമുണ്ടെന്ന് തുറന്നു പറയാൻ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാകുന്നുമുണ്ട്. സാദിഖ് അലി തങ്ങൾ വെൽഫെയർ പാർട്ടിയുമായി ബന്ധമുണ്ട് എന്നല്ല പറഞ്ഞത്, അവർ വോട്ട് ചെയ്യുന്നുണ്ട് UDF-ന് എന്നാണ്. ഞങ്ങളത് നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിലെ BJP-യുടെ RSS-ൻ്റെ ഫാസിസ്റ്റ് ജനാധിപത്യ വിരുദ്ധ ഭരണത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നണിക്ക് കഴിയൂ എന്ന വ്യക്തമായ ബോധത്തിൻ്റെ ഒരാശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDF-ന് അവർ വോട്ട് ചെയ്യുകയാണ്. അതാരും നിഷേധിക്കുന്നില്ലല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളും യാഥാർത്ഥ്യത്തെ നിഷേധിക്കുമോ? ഞങ്ങളൊക്കെ അത് അംഗീകരിക്കുന്നു, വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ നേരത്തെ പതിറ്റാണ്ടുകളോളം CPM-ന് വോട്ട് ചെയ്തിട്ടുണ്ട്, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്ത്. ഇന്ത്യയിലാകമാനം വെൽഫെയർ പാർട്ടിയുടെയും SDP-യുടെയും ദേശീയ നേതാക്കൾക്കൊപ്പം ഡൽഹിയിലും ഹൈദരാബാദിലും കൽക്കത്തയിലും ലക്നൌവിലും ഒക്കെ ശ്രീ പ്രകാശ് കാരാട്ടും ശ്രീ യെച്ചൂരിയും അടക്കമുള്ള ആളുകൾ വേദി പങ്കിട്ടിട്ടുണ്ട്. ജനങ്ങളെ കൈപിടിച്ച് പൊന്തിച്ച് അഭിവാദ്യം ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ഫോട്ടോകളുണ്ട്. അപ്പോൾ പ്രകാശ് കാരാട്ടും ശ്രീ യെച്ചൂരിയും ഒക്കെ ചെയ്തത് ചെറ്റത്തരാണ് എന്നാണോ ശ്രീ പിണറായി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?